ഹായ് മക്കളെ, 2025 നീറ്റ് പരീക്ഷ കഴിഞ്ഞു. കുറേ പേര് പലവിധ തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുന്ന സമയമാണ്. 500-530+ മാർക്കുള്ളവരൊക്കെ തീർച്ചയായിട്ടും MBBS പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിലെങ്കിലും MBBS കയറണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്നാൽ ഒരു 400, 400+, 420, 430 റേഞ്ചിൽ നിൽക്കുന്നവരെല്ലാം ഒരുപക്ഷെ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നുണ്ടാവുക. ഒരു 200 അതിൻ്റെ താഴെയൊക്കെയാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ റിപ്പീറ്റൊന്നും ഇനി നമ്മളെക്കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾ എൻട്രൻസ് അല്ലാത്ത മറ്റൊരു കോഴ്സിലേക്ക്, എന്തെങ്കിലും ഒരു കിട്ടുന്ന കോഴ്സിലേക്ക് പോകാം എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള തീരുമാനത്തിലായിരിക്കും നിങ്ങളിപ്പോൾ ഉണ്ടാവുക. നിങ്ങൾ ഏത് തീരുമാനക്കാരാണെങ്കിലും ജസ്റ്റ് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കുക, ഒന്ന് ചിന്തിക്കുക. തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതി. പക്ഷേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള നല്ല മനസ്സ് കാണിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വർഷം എൻട്രൻസ് ക്രാക്ക് ചെയ്ത് MBBS എന്തായാലും ലഭിക്കുമെന്ന് ഉറപ്പിച്ച വിദ്യാർത്ഥികളോട് വളരെ വളരെ വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മറ്റൊന്നും എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി CM അക്കാഡമി 2026 എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന റിപ്പീറ്റേഴ്സ് ബാച്ചിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞവർക്ക് ഇനി ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് സംസാരിക്കാനില്ല. അല്ലാത്തവരോട്, ആദ്യമേ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു ബാലികേറാ മലയാണ്, ഞങ്ങളെക്കൊണ്ടത് സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരോടാണ് ഞാൻ ഒരൊറ്റ കാര്യം ആദ്യമേ പറയുന്നത്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ ഡ്രീമാണ്, നിങ്ങളുടെ കിനാവാണ്. നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിധി എഴുതുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക. എൻട്രൻസിനെ വളരെ പ്രൊഫഷണലായി അപ്രോച്ച് ചെയ്യുന്ന, തുടക്കം മുതൽ, കൊല്ലത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എൻട്രൻസിന് വേണ്ടി ഹാർഡ് ആൻഡ് സ്മാർട്ട് വർക്ക് എടുക്കുന്ന എല്ലാവർക്കും എൻട്രൻസ് കിട്ടാറുണ്ട്. അതൊരു പക്ഷേ 1 വർഷം കൊണ്ട് കിട്ടും, ചിലർക്ക് 2 വർഷം കൊണ്ട് കിട്ടും, ചിലർക്ക് 3 വർഷം കൊണ്ടാണ് കിട്ടുക. 5 വർഷം എൻട്രൻസ് എഴുതാനുള്ള മനസ്സ് കാണിച്ച് ഡോക്ടറായ ആളുകളെ എനിക്കറിയാം. അപ്പോൾ പൊന്നുമക്കളെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും നിന്നോട് എത്ര കൊല്ലം റിപ്പീറ്റ് ചെയ്തിരുന്നു എന്നൊന്നും ചോദിക്കാൻ പോണില്ല. നമ്മളാരെങ്കിലും എന്തെങ്കിലും അസുഖവുമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ നമ്മളോട് എന്താണ് അസുഖം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എത്ര കൊല്ലം എൻട്രൻസ് എഴുതിയെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല. നമ്മളോട് ആരും അങ്ങനെയും ചോദിക്കില്ല. നമുക്ക് എൻട്രൻസ് കിട്ടുക എന്നുള്ള ഒരു സ്റ്റേജ് കടക്കാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമെങ്കിൽ വെയിറ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ സമയം എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി കൃത്യമായി പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ താങ്ങാത്തവരാണ് നിങ്ങളെങ്കിൽ, എൻട്രൻസ് എന്ന് പറയുന്നത് താങ്ങാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെക്കൊണ്ടൊരു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടിയല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങളെ ജസ്റ്റ് വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും വീണ്ടും എൻട്രൻസിലേക്ക് കൊണ്ടുവന്ന്, അതല്ല എൻ്റെ ഉദ്ദേശം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ എൻട്രൻസ് എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ നീറ്റ് പരീക്ഷയിൽ അപ്പർ ഏജ് ലിമിറ്റില്ല, നമ്പർ ഓഫ് അറ്റംപ്റ്റുകളില്ല. ആർക്കും എത്ര തവണ വേണമെങ്കിലും നിലവിൽ നീറ്റ് പരീക്ഷ എഴുതാം. ഭാവിയിലും അതങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. ഒരു പക്ഷേ 2027 എൻട്രൻസ് ആകുമ്പോഴേക്കും 2 തവണ മാത്രമേ നീറ്റ് പരീക്ഷ എഴുതാൻ പാടുള്ളൂ എന്ന നിയമം വരാനുള്ള സാധ്യതയുമുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് വളരെ പേഴ്സണലായിട്ട് എനിക്കൊരു ഉപദേശമുണ്ട്. കാരണം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യനും ഇതുവരെ മൂസിനെ നിനക്ക് എൻട്രൻസ് കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല. നിനക്ക് എൻട്രൻസ് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊരാൾ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ടും ഒരുപാട് തവണ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് 2016 എനിക്ക് എൻട്രൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങൾക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് എനിക്കൊരു ചെറിയ അഭിപ്രായമുണ്ട്. ആ ഭാഗം ഇനി ഞാൻ സംസാരിക്കില്ല. റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് വിട്ടുതന്നു. കൃത്യമായി ആലോചിച്ച് മാത്രം കുടുംബത്തോടും കൂട്ടുകാരോടും അധ്യാപകരോടും അതിനപ്പുറത്തേക്ക് ആവശ്യമെങ്കിൽ എന്നെയും വിളിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാം. കൃത്യമായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായം പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇനി 2026 എൻട്രൻസ് എക്സാം നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഒരു 8 വർഷത്തെ നീറ്റ് പരീക്ഷയുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ 2025 എൻട്രൻസ് എക്സാം. വിച്ച് മീൻസ് കൂടുതൽ റിപ്പീറ്റേഴ്സിന് ഫേവർ ആകുന്ന രൂപത്തിലാണ് എൻട്രൻസ് എക്സാം ഇനി കണ്ടക്ട് ചെയ്യപ്പെടുക എന്ന് നമുക്കൊരു ധാരണയുണ്ട്. കാരണം കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. കുറച്ചുകൂടെ പണ്ട് AAPMT എന്ന് പറയുന്ന എക്സാമൊക്കെ മെയിൻസ് അഡ്വാൻസറൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം, പ്രിലിംസ് മെയിൻസൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു സ്റ്റേജിലേക്ക് നീറ്റിൻ്റെ ലെവൽ മാറിയിട്ടുണ്ട്. അതായത് ഒരു 500+ മാർക്കൊക്കെ വാങ്ങാൻ സാധിച്ചാൽ തന്നെ
ഇന്ത്യയിൽ MBBS ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നീറ്റ് മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ 10-23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ഫുൾ മാർക്ക് വാങ്ങാൻ സാധ്യതയില്ലാത്ത ഒരു വിധത്തിലേക്ക് എൻട്രൻസ് എക്സാം മാറുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് എൻട്രൻസിന് വളരെയധികം ആവശ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം 2024 എൻട്രൻസ് എക്സാം വളരെ സിമ്പിളായിരുന്നു. അതുകൊണ്ട് ഒരു ആൻസർ തെറ്റിയാൽ പോലും ഭീകരമായ രൂപത്തിൽ റാങ്ക് മറിയുമായിരുന്നു. ഈ വർഷം അങ്ങനെ ഉണ്ടാവില്ല. കാരണം ആ റേഞ്ചിൽ ഒരു ആൻസർ തെറ്റിയാൽ പോലും 1000-ഉം 10,000-ഉം 20,000-ഉം കുട്ടികളെ മറികടന്ന് പുറകിലോട്ട് പോകുന്ന സ്ഥിതിവിശേഷമൊന്നും ഈ വർഷത്തെ എൻട്രൻസിലില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു റിപ്പീറ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഒരു മാറ്റം നല്ലതിനാണ്. ഇങ്ങനെ മാറുന്നതാണ് റിപ്പീറ്റേഴ്സിന് ഒരു പക്ഷേ കുറച്ചുകൂടി നല്ലത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? CM അക്കാഡമിയിൽ 2 രൂപത്തിലാണ് പ്രിപ്പറേഷൻസ് ഉള്ളത്. രണ്ടും വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. ഒന്ന്, 2 വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാച്ചുണ്ട്. അതായത് ഈ വർഷം +2 കഴിഞ്ഞു വന്നവർ, എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ടത്ര എൻട്രൻസിനെ നോക്കി കണ്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ, എൻട്രൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുമില്ല, ഫുൾ ബ്ലാങ്ക് ആണ്, ഒന്നും അറിയില്ല സാറേ, തുടക്കം മുതൽ പരിചയപ്പെടേണ്ടതുണ്ട് എന്നുള്ള വിദ്യാർത്ഥികൾ ആ ബാച്ചിലായിരിക്കും. അതുപോലെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടും സാറേ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് വേണ്ടത്ര എൻട്രൻസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അത് സ്ഥാപനത്തിൻ്റെ തെറ്റല്ല, ഞാൻ ആ തുടക്കം മുതലേ ഞാൻ ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടില്ല, അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഫ്രഷായിട്ട് നല്ല മനസ്സോടെ നല്ല കൃത്യമായി തുടക്കം മുതൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളവരും ഈ ബാച്ചിലായിരിക്കും ഉണ്ടാവുക. ആ ബാച്ചിൻ്റെ പ്രത്യേകത അടിസ്ഥാനം മുതൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ആ പോരായ്മകൾ റെക്ടിഫൈ ചെയ്ത് നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ആ വർഷത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുമുണ്ട്. അങ്ങനെ 4-5 വർഷമായിട്ട് സ്ക്രീൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അടുത്ത വർഷം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും കുറച്ചുകൂടെ ബേസ് മുതൽ, കുറച്ചുകൂടെ ഒന്ന് അടിസ്ഥാനം മുതൽ കുട്ടികൾക്ക് കൺസെപ്ച്വലായിട്ട് ക്ലാസ്സുകൾ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിലെ മാറ്റത്തെ ഉൾക്കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. ആ ഒരു ബേസ് മുതൽ ക്ലാസ്സുകൾ കൊടുക്കാൻ ഓൾറെഡി ഞങ്ങൾ അതിന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്ക് ഞാൻ പറഞ്ഞു തരാം. ഏതൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലും ഞാൻ മുമ്പും ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിന് കൊടുക്കുന്ന ക്ലാസ് 900 മണിക്കൂറുകളാണ്. 900 മണിക്കൂറുകൾ ഹവേഴ്സ് കൊണ്ട് നമുക്കൊരു റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള ഫുൾ കണ്ടൻറ്റ് ക്ലിയർ ആക്കാൻ സാധിക്കാറുണ്ട്. എന്നാൽ CM അക്കാഡമി കഴിഞ്ഞ വർഷം മാത്രം ഇവിടുത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിന് 1200 മണിക്കൂർ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ വർഷവും അത് കൊടുത്തിട്ടുണ്ട്. കാരണം ബേസിക് മുതൽ അറിയാത്ത വിദ്യാർത്ഥികളാണ് ഇവരെങ്കിൽ അവർക്ക് വേണ്ടത് കൊടുക്കാൻ CM അക്കാഡമി അതിനുവേണ്ടി ടൈം കണ്ടെത്താറുണ്ട്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ നീറ്റ് എന്നുള്ളത് എൻ്റെ ഭാഷയുടെ മാത്രം പ്രശ്നമാണ്. ഞാനിതിൽ JEE കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം 2023-ലും 2024-ലുമെല്ലാം മലപ്പുറം ജില്ലയിലെ 1ാം റാങ്ക്, JEEയിലെ ഫസ്റ്റ് റാങ്ക് CM അക്കാഡമിയിൽ നിന്നായിരുന്നു. കഴിഞ്ഞ വർഷം പോലും 20+ വിദ്യാർത്ഥികൾക്ക് 90% മുകളിൽ സ്കോർ ചെയ്യാൻ CM അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ +2-ൻ്റെ കൂടെ തന്നെ JEE ക്രാക്ക് ചെയ്യാൻ സാധിച്ച വിദ്യാർത്ഥികളുമുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപോലെ മെഡിക്കൽ ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഒരുപോലെ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയും ഒരുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ്, പോയിട്ടുള്ളവരുമാണ്, പോകാൻ ഉദ്ദേശിക്കുന്നവരുമാണ്. അപ്പോൾ എൻ്റെ സംസാരത്തിൽ നീറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളിൽ ആരെങ്കിലും എഞ്ചിനീയറിംഗിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇദ്ദേഹം നീറ്റിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, JEE ഇല്ലേ എന്ന് കൺഫ്യൂഷൻ ആവേണ്ടതില്ല. രണ്ടും ഞാൻ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഈ മാസം 25-ാം തീയതിക്കുള്ളിലാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴേക്കും പോർഷൻസ് കവർ ചെയ്യുന്ന രൂപത്തിലാണ് അക്കാഡമിക് ഷെഡ്യൂൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ വീക്കിലി 5 days ക്ലാസ്സും ഒരു ദിവസം പഠിക്കാനും 7ാമത്തെ ദിവസം എക്സാമുമായിരുന്നു കണ്ടക്ട് ചെയ്തത്. ഈ വർഷം അതിലൊരു ചെറിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ വീക്കിലി 6 days നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. 6 ദിവസം ക്ലാസ് ഉണ്ടാകും. ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ തന്ന് അന്ന് രാത്രിയോ പിറ്റേന്ന് രാവിലെയോ നിങ്ങൾക്ക് നീറ്റ് ഓർ JEE മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു അക്കാഡമിക് ഷെഡ്യൂൾ. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ടോപ്പിക്ക് തീർന്നതിനേക്കാൾ കുറച്ചുകൂടെ നേരത്തെ തന്നെ നമുക്ക് ടോപ്പിക്സ് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കൃത്യമായി റിവിഷൻ നടത്തിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാനും സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 രൂപത്തിലാണ് ഇവിടെ ബാച്ചുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഞാൻ സംസാരിച്ചു, പക്ക ക്ലിയറായി ക്ലാസ്സുകളെല്ലാം പെർഫെക്റ്റായി ആദ്യം മുതൽ തന്നെ ബേസ് മുതൽ നിങ്ങൾ +1-ലും +2-ലും എന്തു പഠിച്ചു എന്ന് നോക്കാതെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന ധാരണ വെച്ച് പഠിപ്പിക്കുന്ന ഒരു ബാച്ച്. ആ ബാച്ചിൽ എല്ലാ ദിവസവും ഒരു ദിവസം 6 മണിക്കൂർ 8:30 മുതൽ 4:30 വരെയുള്ള ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ
അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള ഡിസ്കഷൻ ഞങ്ങൾ നിങ്ങൾക്ക് തരും. പിറ്റേ ദിവസം അന്ന് പഠിപ്പിച്ചത് പഠിക്കാനുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള ഡിസ്കഷൻ പേപ്പർ തരും. ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെറ്റീരിയലിൽ 100-200 ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. അതെല്ലാം ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ഹലോ, അതിൽ വ്യത്യാസമുണ്ട്. അതായത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ജസ്റ്റ് അത് കുട്ടികളോട് ചെയ്തു നോക്കാൻ പറയുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എന്ന് പറയുന്നതിനപ്പുറം നിങ്ങളത് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്കതിൽ ഏതാണ് കിട്ടാത്തത്, ആ കിട്ടാത്തത് നിങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ നിങ്ങളെക്കൊണ്ട് ഞങ്ങളത് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. എടാ, ഓരോ ദിവസവും ഓരോ ചാപ്റ്ററിൽ നിന്ന് 200 വീതം ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുകയാണെങ്കിൽ എൻട്രൻസ് കിട്ടാനുള്ള സാധ്യത എത്രമേൽ കൂടുതലാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ആ ഒരു വീക്കിലെ എല്ലാ ചാപ്റ്ററുകളും കൂട്ടി ഒരുമിച്ച് ഒരു നീറ്റ് ഓർ JEE മോഡൽ എക്സാം ആ വീക്കിൻ്റെ എൻഡിൽ ഔട്ട് ഓഫ് 720, അതായത് നീറ്റ് ആണെങ്കിൽ ഔട്ട് ഓഫ് 720, എല്ലാ വീക്കിലും നിങ്ങൾക്ക് കൃത്യമായി 720യിലേക്ക് തന്നെ എക്സാംസ് നടത്തും. JEE ആണെങ്കിൽ അതുപോലെ അവരുടെ എക്സാം എങ്ങനെയാണോ ഒറിജിനൽ മെയിൻ എക്സാം നടക്കുന്നത് ആ എക്സാമിൻ്റെ പാറ്റേണിൽ അത്രയും മാർക്കിലേക്ക് തന്നെ എല്ലാ വീക്കിലും ഇവിടെ പരീക്ഷയും കണ്ടക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഫസ്റ്റ് ബാച്ചിൻ്റെ പ്രത്യേകത. അങ്ങനെയാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ ആകുമ്പോഴേക്ക് പോർഷൻസ് തീർന്നാൽ ഒരു 2, 3, 4 റൗണ്ട് റിവിഷൻ ഒഫീഷ്യലായും അനൗദ്യോഗികമായും എല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും 15ഓളം നീറ്റ് മോഡൽ എക്സാമുകൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ ഏപ്രിൽ മാസത്തിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫെബ്രുവരി മാസം മുതൽ അല്ലെങ്കിൽ ഒരു മാർച്ച് മാസം മുതൽ നമുക്ക് റിവിഷൻ നടത്താൻ വീണ്ടും ടൈം കിട്ടുകയാണെങ്കിൽ ഒരു 40ഓളം നീറ്റ് മോഡൽ ഓർ JEE മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാൻ അടുത്ത വർഷത്തെ അക്കാഡമിക് ഷെഡ്യൂൾ പ്രകാരം നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന അടുത്തൊരു കാര്യം. ഇനി ഞാൻ പറയട്ടെ മക്കളെ, ചില വിദ്യാർത്ഥികളുണ്ടാവും, സാറേ യൂട്യൂബിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവസാന ടൈമിലൊക്കെ പ്രിപ്പറേഷൻ നടത്തിയത് ഞങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് കെമിസ്ട്രി ക്ലാസ്സുകൾ കണ്ടിട്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ മറ്റൊരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ്, ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിന് ഞങ്ങൾക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, കോൺസെപ്റ്റുകളെല്ലാം ഏകദേശം ക്ലിയർ ആണ്, ഇനി ഞങ്ങൾക്ക് ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യുക, ഇനി അറിയാനൊന്നും ബാക്കിയില്ല, അറിവിൻ്റെ കുറവ് കൊണ്ടല്ല എനിക്ക് എൻട്രൻസ് നഷ്ടപ്പെട്ടത്, ടൈം മാനേജ്മെൻറ്റിൻ്റെ, അതുപോലെ തന്നെ എക്സാം ഹാളിൽ വെച്ച് ആൻസർ മറന്നു പോവുക, പാനിക് ആവുക, എക്സാം ഹാളിൽ വെച്ച് ആൻസർ ചെയ്യാനുള്ള ഇക്വേഷൻ ഓർമ്മ വരാതിരിക്കുക, കോൺസെപ്റ്റ് ഏതാണെന്ന് തന്നെ മനസ്സിലാവാതിരിക്കുക, ഇങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടാണ് എനിക്ക് എൻട്രൻസ് കിട്ടാതെ പോയത്. ഒരു വർഷം പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇനി വളരെ ബേസ് മുതൽ ക്ലാസ്സിന് ഇരിക്കേണ്ടതുണ്ടോ, അതൊക്കെ എനിക്കൊരു സമയനഷ്ടമല്ലേ എന്നൊക്കെ തോന്നുന്നവർക്ക് വേണ്ടി വളരെ കൃത്യമായി ഞങ്ങളൊരു T&D ബാച്ച്, ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ CM അക്കാഡമിയിൽ കണ്ടക്ട് ചെയ്യപ്പെട്ട ബാച്ച് അല്ല, ഒരു പുതിയ ഒരു ബാച്ചാണ് അടുത്ത വർഷം ഞങ്ങൾ നിങ്ങളോട് അനൗൺസ് ചെയ്യുന്നത്. എന്താണ് T&D ബാച്ചിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. T&D ബാച്ചിൻ്റെ ഒരു വർഷത്തേക്കുള്ള ആനുവൽ ഷെഡ്യൂൾ, ഒരു വർഷം ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഷെഡ്യൂൾ വിത്തിൻ ഒരു 2 days ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യും. അതും നിങ്ങൾക്കൊന്ന് നെക്സ്റ്റ് ടൈം അതൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിക്കുക. ആ ചാപ്റ്റർ കുട്ടി കഴിഞ്ഞ വർഷം ക്ലാസ് കിട്ടിയ കുട്ടിയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ നോട്ട്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാകും. അത് വർക്കൗട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ അത് തുടക്കം മുതൽ ഒരു ദിവസം ഒരു 400-500 ക്വസ്റ്റ്യൻ, ഞാൻ എപ്പോഴാണ് സംസാരിക്കുന്നത്, ജൂൺ മുതലുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് 400-500 ക്വസ്റ്റ്യൻസ് അങ്ങനെ വർക്കൗട്ട് ചെയ്യുക. ഓരോ ദിവസത്തിൻ്റെയും അവസാനത്തിൽ നിങ്ങൾക്കൊരു 3 hours ഓർ 4 hours ഒരു ഡിസ്കഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയറൻസും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതാത് ദിവസങ്ങളിൽ നടക്കും. ഒരു 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ, അത് കൃത്യമായിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. 3 ദിവസം കൂടുമ്പോൾ ആ 3 ദിവസത്തെ ചാപ്റ്ററുകൾ വെച്ച് ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. അങ്ങനെ വന്നാൽ 3 മാസം കൊണ്ട്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം കൊണ്ട് ഹോൾ ടോപ്പിക്ക് നിങ്ങൾ കവറാകും. പിന്നീട് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ എണ്ണം കൂട്ടി ഒരു ദിവസം 2 വീതം ചാപ്റ്ററുകളാക്കി ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസം കൊണ്ട് വീണ്ടും ഒക്ടോബർ പകുതി ആകുമ്പോഴേക്കും രണ്ടാമത്തെ ഒരു ടൈപ്പ് ഒരു റിവിഷൻ കൂടെ തീരും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഫുൾ എക്സാമുകൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എൻട്രൻസ് എക്സാമിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എസ്പെഷ്യലി കെമിസ്ട്രി ഒന്ന് എടുത്തു നോക്കുമോനെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്തതിനപ്പുറത്തേക്കൊന്നും ഈ വർഷം കെമിസ്ട്രിയിലൊന്നും ചോദിച്ചിട്ടില്ല. ഫിസിക്സോ ബയോളജിയോ അല്ല ഞാൻ പറയണേ, ഫിസിക്സും ബയോളജിയും ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലെങ്കിലും ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. കെമിസ്ട്രിക്ക് ആ പ്രശ്നമില്ല. എടാ, കെമിസ്ട്രി സെറ്റാക്കിയാൽ തന്നെ 180 മാർക്ക് നിനക്ക് അവിടെ സെറ്റായോ? 180 മാർക്ക് സെറ്റായി. ബാക്കി 500+ മാർക്ക് ലഭിക്കാൻ എടാ ബയോളജിയിൽ ഒരു 360-ൽ ഒരു 340 മാർക്കും വാങ്ങുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരിക്കില്ല ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ.
ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ബയോളജിയിൽ ഒരു 340 മാർക്ക് വാങ്ങലും ടാസ്ക് ആയിരിക്കില്ല. നിങ്ങളും ചിന്തിച്ച് നോക്കിക്കേ, കെമിസ്ട്രി ഫുൾ മാർക്ക് വാങ്ങിയൊരു കുട്ടി, വേണ്ട കെമിസ്ട്രി ഒരു 4 ക്വസ്റ്റ്യൻ തെറ്റി തന്നെ കുട്ടിക്കോ, 4 ക്വസ്റ്റ്യൻ തെറ്റിയാലും 160 മാർക്കായില്ലേ? ആ 160 മാർക്ക് പ്ലസ് ബയോളജിയിലുള്ള ഒരു 340 മാർക്ക് 500 മാർക്കായി. ഫിസിക്സിൽ നിനക്ക് ഒരു 45 എണ്ണത്തിൽ 10 എണ്ണം ചെയ്താലും കേരളത്തിൽ MBBS ഉറപ്പിക്കാം, 540 മാർക്കായി. ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയുടെ പാറ്റേണിലാണ് അടുത്ത വർഷത്തെ നീറ്റ് നടക്കുന്നതെങ്കിൽ പോലുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി എക്സാം നിങ്ങൾക്ക് മനസ്സിലായൊരു സത്യമുണ്ട്, ഞങ്ങൾക്ക് അറിവില്ലാത്തൊരു കേടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ആവും വിധം ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ എത്തിയപ്പോൾ ഞങ്ങളാകെ പാനിക്കായിപ്പോയി. ബയോളജിയുടെ ക്വസ്റ്റ്യൻ്റെ ലെങ്ത്ത് കണ്ടപ്പോൾ ഈ എൻട്രൻസ് എക്സാം എനിക്ക് കിട്ടൂല എന്നൊരു മുൻവിധി ആദ്യമേ ആയിപ്പോയി സാർ. ആ ഒരു പേടിയിൽ, ഇതാരുടെയും തെറ്റല്ല, കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇത്ര ടഫായിരിക്കും പരീക്ഷയെന്ന്. അതുകൊണ്ട് തന്നെ ഒരു എൻട്രൻസ് എക്സാം കോച്ചിങ് സെൻറ്ററുകളും എന്ത് ചെയ്തിട്ടില്ല, ഒരു കോച്ചിങ് സെൻറ്ററുകളും ഈ ഒരു ലെവലിലേക്ക് ആ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിരിക്കും എക്സാം എന്ന ധാരണയിൽ തന്നെയാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ കോച്ചിങ് സെൻറ്ററുകളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സാം ടഫായപ്പോഴാണ് നമ്മൾ പാനിക്കായി പോയത്. അങ്ങനത്തെ മാനസികമായ സ്ഥിതിവിശേഷങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? പൊന്നുമോനെ, അതിന് കൗൺസിലിംഗ് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതേ ടൈപ്പ് എക്സാമുകൾ ഒരുപാട് തവണ എഴുതി ശീലിക്കുക. ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്, ചില വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ബയോളജി എഴുതും, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. ചിലർ ആദ്യം ബയോളജി, പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി. ചിലർ ആദ്യം കെമിസ്ട്രി, പിന്നെ ബയോളജി, ഫിസിക്സ്. ഇങ്ങനെ അവർക്ക് കൃത്യമായ ഒരു താളമുണ്ടായിരിക്കും. ആ താളം ഇനി കീപ്പ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സപ്പോസ് നമ്മൾ ആദ്യം ചെയ്യുന്ന സബ്ജക്റ്റ് ബയോളജി ആണെന്ന് വിചാരിക്കുക. ബയോളജി ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് കണ്ടാൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ എന്ന് നമുക്കത് മനസ്സിലായാൽ ഉടനെ കെമിസ്ട്രിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കെമിസ്ട്രി ഒന്ന് നോക്കുക, 5 എണ്ണം ചെയ്തു നോക്കുമ്പോൾ തന്നെ പാറ്റേൺ നമുക്കൊന്ന് മനസ്സിലാകും. അത് ടഫാണെങ്കിൽ ഫിസിക്സിലേക്ക് പോകണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തമ്മിൽ ഭേദം ഈസിയാണെന്ന് തോന്നുന്നതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടായിരിക്കണം പിന്നീട് ടഫുള്ള സബ്ജക്റ്റിലേക്ക് നമ്മൾ വരേണ്ടത്. എന്നാലാണ് നമുക്ക് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. സത്യമല്ലേ ഞാൻ ഈ പറയണേ? അതുകൊണ്ട് പൊന്നുമക്കളെ നല്ലോണം ചിന്തിക്കുക. പിന്നെ ഇവിടുത്തെ CM അക്കാഡമിയിലെ ഏറ്റവും വലിയ ഓഫർ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെയാണ് ഏൽപ്പിക്കുക. ആ അധ്യാപകനാണ് ആ സബ്ജക്റ്റിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും. കെമിസ്ട്രി ഫുൾ പഠിപ്പിക്കുന്നത് എൻ്റെ അണ്ടറിലായിരിക്കും, ഞാനാണ് അതിൽ ഇടപെടുക. ഞങ്ങളിവിടെയുണ്ട്. നിങ്ങളിവിടെ വന്നാൽ നിങ്ങളുടെ ചെറിയ മൈന്യൂട്ട് സജഷൻസും ഞങ്ങൾ മുഖവിലക്കെടുക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ ഞങ്ങളുണ്ടാകും. എസ്പെഷ്യലി കേരളത്തിലെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലും കിട്ടാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞങ്ങളുടെ മെൻറ്റർഷിപ്പ്. ചിലപ്പോൾ നിങ്ങളെ എല്ലാ കോച്ചിങ് സെൻറ്ററിലും മെൻറ്റേഴ്സ് ഉണ്ടാകും. അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും, പഠിക്കുന്നില്ലേ, ചെയ്തോ. എന്നാൽ നിങ്ങളുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണ് മാർക്ക് കുറയുന്നത് എന്ന് മനസ്സിലാക്കി, ആ സബ്ജക്റ്റിൽ നിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്ന, അതേ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ കൈപ്പിടിച്ചുയർത്താൻ കപ്പാസിറ്റിയുള്ള മെൻറ്റേഴ്സ് എല്ലാ കോച്ചിങ് സെൻറ്ററിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ഞങ്ങൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥികളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. CM അക്കാഡമിയുടെ റിസൾട്ട്, നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യും. ആ സമയത്തും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ വിജയികളുമായിട്ടും വിജയിച്ചിട്ടില്ലാത്തവരുമായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാവർക്കും എൻട്രൻസ് കിട്ടുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്നതിലെ മാക്സിമം പെർഫോമൻസ് കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ CM അക്കാഡമിയാണ് എന്ന് ഞങ്ങളടുത്ത് പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിപ്രായപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് പൊന്നുമക്കളെ, നിങ്ങൾ 2026 നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് CM അക്കാഡമി തന്നെയായിരിക്കും. അതിൽ 100% എനിക്ക് വാക്ക് തരാൻ പറ്റും. ഇനി നിങ്ങൾ ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ നിങ്ങൾ 270 മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, 270 മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CM അക്കാഡമിയിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 500+ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് CM അക്കാഡമിയിൽ പഠിക്കാൻ പറ്റും. 470+ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, കഴിഞ്ഞ നീറ്റ് പരീക്ഷയുടെ കാര്യമാണ് പറയുന്നത്, 470+ മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോഴ്സ് ഫീ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ചെറിയ മെറ്റീരിയൽ ഫീ മാത്രം നിങ്ങളിവിടെ കൊടുത്താൽ മതിയാകും. T&D ബാച്ചിന് നമ്മളിടുന്ന ബേസിക് ഫീ എന്ന് പറയുന്നത് 30,000 ആണ്. പക്ഷേ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് അതിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. T&D ബാച്ചിലേക്ക് നീറ്റ് പരീക്ഷയിൽ
400+ മാർക്കുള്ള വിദ്യാർത്ഥികളെ മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ എന്നും അതുപോലെ ഹോസ്റ്റൽ നിർബന്ധമായും അവർ എടുക്കണം, ഹോസ്റ്റലിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്നും ഈ TND ബാച്ചിന് നിർബന്ധമുണ്ട്. CM അക്കാഡമിക്ക് ഓൺലൈൻ ബാച്ചുകളില്ല. ഓൺലൈനിലൂടെ ഞങ്ങൾ എക്സ്ട്രാ സപ്പോർട്ടുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഫീസ് വാങ്ങി ഓൺലൈനിൽ ക്ലാസ് കൊടുക്കുന്ന റിപ്പീറ്റേഴ്സ് ബാച്ച് CM അക്കാഡമിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ഒരു വീട്ടിൽ നിന്ന് 2-3 പേരൊക്കെ ചിലപ്പോൾ ചേട്ടനും അനിയനൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ഞങ്ങളതിൽ അവർക്ക് ഒരേ രക്ഷിതാവാണ് ഫീസ് അടയ്ക്കുന്നതെങ്കിലും വീണ്ടും അതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. 160 അഡ്മിഷൻസ് മാത്രമേ CM അക്കാഡമിയിൽ എടുക്കൂ. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ വീഡിയോകളിലൂടെ കൊടുക്കുന്ന മാർക്കറ്റിംഗ് അല്ലാതെ, ഒരു പ്രസിദ്ധി അല്ലാതെ ഞങ്ങൾ മറ്റെവിടെയും ഇടപെടാറില്ല. ഞങ്ങൾ നേരിട്ട് നിങ്ങളെ കുറേ വിളിച്ച് CM അക്കാഡമിയിലേക്ക് വാ എന്ന് പറയാറില്ല. അറിയാവുന്നവരുടെ CM അക്കാഡമി അറിയാവുന്നവരുടെ റിലേറ്റീവ്സ്, അവരുടെ നെയ്ബേഴ്സ്, ഇങ്ങനെ അവരുടെ ബന്ധങ്ങളിൽ നിന്നാണ് കൂടുതലും ഞങ്ങളിലേക്ക് അഡ്മിഷൻസ് വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കിതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമായും അവസാനമായും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ടും ഫീസുമായി ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മടിക്കണ്ട, നിങ്ങളെവിടെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്തോ. പക്ഷേ CM അക്കാഡമിയിൽ ഒന്ന് എൻക്വയറി നടത്തിയേക്ക്, വെറുതെ ഒന്ന് അന്വേഷിച്ചേക്ക്, ഒന്ന് കമ്പയർ ചെയ്തേക്ക്. എന്നിട്ട് നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലും നീ പോയിക്കോ. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ കുറവ് സംഭവിക്കരുത്. നന്നായി അന്വേഷിച്ച് മാത്രം അഡ്മിഷൻ എടുക്കുക, നന്നായി ആലോചിച്ച് മാത്രം അഡ്മിഷൻ എടുക്കുക. ബിഗ് ബബിൾസിൽ പോയി ചാടാതിരിക്കുക. വലിയ കുമിളകൾ ഉണ്ടാകും. ആ കുമിളകളിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് എൻട്രൻസ് കിട്ടുക എന്നുള്ളത് നിൻ്റെ ആവശ്യമാണോ സ്ഥാപനത്തിൻ്റെ ആവശ്യമാണോ എന്ന് നന്നായി ചിന്തിച്ച് മാത്രം അഡ്മിഷൻ എടുക്കുക. നിനക്ക് എൻട്രൻസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത സ്ഥാപനങ്ങളിൽ പോയി പെടാതിരിക്കുക. അതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ പറഞ്ഞുതരും. എനിവേ, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്